നമസ്കാരം. ഒരു പേജ് മേക്കർ ഫയലിൽ നാം ഒരു കോളം അതല്ലെങ്കിൽ ഒരു വൃത്തം അതുമല്ലെങ്കിൽ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ലൈൻ ആണെങ്കിലും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്ട്രോക്ക് വ്യത്യാസപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നാം പഠിച്ചിട്ടുണ്ട്. നമുക്ക് സ്ട്രോക്ക് വ്യത്യാസപ്പെടുത്തേണ്ടതിനെ ആരോ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ശേഷം എലമെൻറ്റ് എന്ന മെനുവിൽ രണ്ടാമത്തെ സ്ട്രോക്ക് എന്നത് നേരെ കൈസർ കൊണ്ടുവരുമ്പോൾ ഇവിടെ ധാരാളം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ സ്ട്രോക്ക് വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ എലമെൻറ്റ് മെനുവിൽ സ്ട്രോക്ക് എന്നതിന് നേരെ കൈസർ കൊണ്ടുവരുന്ന സമയത്ത് ഈ ലിസ്റ്റിന് ഏറ്റവും താഴെ റിവേഴ്സ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഒരു കോളം വരക്കാം. ഞാനിവിടെ ഒരു കോളം വരച്ചു. ഇതിൻ്റെ സ്ട്രോക്ക് എലമെൻറ്റ് മെനുവിൽ നിന്ന് ഞാൻ ഏറ്റവും താഴെയുള്ള ഈ 4 പോയിൻ്റുള്ള ഡോട്ട് ആയിട്ടുള്ള ഈ ലൈൻ സെലക്ട് ചെയ്തു. നമുക്കതിൻ്റെ സൈസ് ഒന്നുകൂടെ കൂട്ടാം. അതിന് സ്ട്രോക്കിൽ തന്നെ കസ്റ്റം ഏറ്റവും മുകളിലായിട്ടുള്ള കസ്റ്റം എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോളം തുറന്ന് കിട്ടും. ഇവിടെ വെച്ച് സ്ട്രോക്കിൻ്റെ ഷേപ്പ് മാറ്റാൻ ഓപ്ഷനുണ്ട്. നമുക്ക് ഷേപ്പ് അത് തന്നെ നിൽക്കട്ടെ. സ്ട്രോക്ക് വെയിറ്റ് 4 പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. ഞാനത് 20 പോയിൻ്റിലേക്ക് മാറ്റി. ഓക്കെ, ഇപ്പോൾ വ്യക്തമായി നമുക്ക് ഈ ഡോട്ട് അതായത് നിറയെ വൃത്തങ്ങളുള്ള ഒരു കോളം നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമുക്ക് റിവേഴ്സ് ഓപ്ഷനിലേക്കൊന്ന് മാറ്റി നോക്കാം. എലമെൻറ്റ് മെനുവിൽ തന്നെ അതിനെ ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം എലമെൻറ്റ് മെനുവിൽ സ്ട്രോക്ക് എന്നതിൽ നമുക്ക് ആദ്യം ഈ ട്രാൻസ്പെറൻറ്റ് എന്നതിനെ നമുക്കൊന്ന് ആ ക്ലിക്കൊന്ന് ഒഴിവാക്കാം. അതിനുശേഷം വീണ്ടും എലമെൻറ്റ് മെനുവിൽ സ്ട്രോക്ക് എന്നതിൽ നിന്നും ഏറ്റവും താഴെ റിവേഴ്സ് കൊടുക്കുക. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോട്ട് ഉണ്ടായിരുന്ന ഭാഗങ്ങൾ വെള്ളയായിട്ടും അതിന് ചുറ്റുഭാഗത്തായി ഒരു ബ്ലാക്ക് ലൈൻ വന്നതായിട്ട് കാണാം. ഇനി നമുക്കിതിനെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്ട്രോക്ക് കളർ നമുക്ക് മജന്ത കൊടുത്ത് നോക്കാം, അല്ലെങ്കിൽ റെഡ്. ഇങ്ങനെ ഈ റിവേഴ്സ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് നാം സെലക്ട് ചെയ്ത സ്ട്രോക്ക് വൈറ്റ് കളറിലേക്ക് മാറുന്നതിനാണ് റിവേഴ്സ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിവേഴ്സ് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതൊന്ന് നോക്കാം. സ്ട്രോക്ക് വെയിറ്റ് ഞാൻ 12 പോയിൻ്റ് കൊടുത്തു. ശേഷം അതിനെ നമുക്ക് റിവേഴ്സിലേക്ക് മാറ്റി നോക്കാം. റിവേഴ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ സ്ട്രോക്ക് സത്യത്തിൽ വെള്ള കളറായി മാറി. അത് നമുക്ക് മറ്റു കളർ പ്രതലത്തിലാണെങ്കിൽ ഓക്കെ, നമുക്കൊരു കോളം വരച്ച് അതിന് ഒരു ബ്ലൂ കളർ മൊത്തമായി ബ്ലൂ കളർ കൊടുത്തു. ഇനി ഇതിനകത്ത് മറ്റൊരു കോളം വരച്ചിട്ട് നമുക്ക് ഇതിനെ റിവേഴ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം സ്ട്രോക്ക് റിവേഴ്സ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത്തരം ഡോട്ടുകളോ അല്ലെങ്കിൽ ഈ ഹൈഫൺ കൊണ്ടുള്ള ലൈനുകളൊക്കെ ആവുമ്പോൾ, പ്രത്യേകിച്ചും ഡോട്ടുകൾ കൊണ്ടുള്ള കോളങ്ങളൊക്കെ വരക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ടത് കിട്ടുക. ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ റിവേഴ്സ് എന്ന ഓപ്ഷൻ ഉള്ളത്. ഭംഗിയുള്ള ബോർഡർ ലൈനുകളൊക്കെ ഉണ്ടാക്കാൻ നമുക്കിതുപോലെ സാധിക്കും. അപ്പോൾ എലമെൻറ്റ് മെനുവിൽ സ്ട്രോക്ക് എന്നതിൽ ഏറ്റവും താഴെയുള്ള റിവേഴ്സ് എന്നതിൻ്റെ ഉപയോഗമാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.